അപ്പൊ തുടങ്ങാല്ലേ? CPIM വിട്ട PK ശശി ഒറ്റപ്പാലം മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം. PK ശശി MLA-ക്കെതിരെ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഡോക്ടർ ജിൻഡോ, ഇപ്പോൾ വിസ്മയമായി എത്തിയ PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ PK ശശി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ജിൻഡോ, അതെങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? കാരണം പല ഘട്ടങ്ങളിലായി ഈ തീവ്രത അളക്കൽ എന്നതിനെ നിങ്ങൾ തന്നെ പരസ്യമായി പല ഘട്ടങ്ങളിൽ വിമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടിക്കകത്തെ CPM-നകത്തെ തർക്കത്തിനു ഇടയ്ക്ക് വന്ന ഒരു ആരോപണമാണ് എന്നതാണ് നിങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായതെന്ന്. സ്മൃതി, എനിക്ക് മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. താങ്കൾ എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. PK ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം എന്താ? പാർട്ടിയിലെ വനിതാ സഖാവിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എന്നും കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലോ. ആരോപണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ ഉയർന്നു കേട്ടതാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന, അവരുമായിട്ട് എതിർത്ത് പോരാടി നിൽക്കുന്ന പാർട്ടി എന്നുള്ളതിലേക്ക് കോൺഗ്രസ് കൃത്യമായിട്ട് ആ വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതികരിച്ചിട്ടുണ്ട്. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? അതിൽ CPM നേതൃത്വം എടുത്ത നിലപാടെന്താ? അവരൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ ആരായിരുന്നു? PK ശ്രീമതിയും ബാലനുമൊക്കെ. എന്നിട്ട് വാർത്തകളിലൂടെ പുറത്തു വന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത് തീവ്രത കുറഞ്ഞ ഒരു പീഡനമായിരുന്നു എന്ന് കണക്കാക്കി പാർട്ടി കോടതി അത് എഴുതി തള്ളി. PK ശശി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിലേക്ക് പോക്കേ. ഇപ്പോൾ നിങ്ങൾ കൈപ്പത്തി ചിഹ്നം തന്നെ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് CPM-ന് കൊടുക്കേണ്ട മറുപടി അല്ലെന്നേ. പൊതുസമൂഹത്തോട് നിങ്ങൾ എന്ത് മറുപടി പറയുന്നു? സ്മൃതി, ഇതില് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാൾ എന്റെ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംഘടനാപരമായി കോൺഗ്രസിന്റെയും UDF-ന്റെയും രാഷ്ട്രീയ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, PK ശശി അക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് CPM-ന് ബോധ്യമുണ്ടോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കേരളം 10 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയോടാണ് ഞങ്ങളുടെ ചോദ്യം. നടപടിയോടൊപ്പം രാഷ്ട്രീയ പാർട്ടിയിലെ പൊതുപ്രവർത്തകനെതിരെയും ആരോപണം വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ, അത് പോലീസിന് കൈമാറുകയും കേരളത്തിലെയും ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിലൂടെ അത് ക്രോസ് ചെക്ക് ചെയ്യപ്പെടണമെന്നുള്ളതാണ്, ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനി അതിന് പകരം തീവ്രത കൂടിയ പീഡനമായിരുന്നോ? ഇനി തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നോ? കാര്യം കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ. പീഡനം നടന്നിട്ടുണ്ടായിരുന്നോ? എന്നെങ്കിലും വിളിച്ചു പറയണം, ഇപ്പോഴെങ്കിലും വിളിച്ചു പറയണം. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് CPM പറയട്ടെ, പരാതി കൊടുക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാട് അപ്പോൾ സ്വീകരിക്കാം. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഒരു സ്വതന്ത്രനായി നിന്ന് പിന്തുണയ്ക്കുക എന്നതിനപ്പുറം കൈപ്പത്തി ചിഹ്നം തന്നെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ ഒരു ബോധ്യം, നിങ്ങളുടെ അന്വേഷണത്തിൽ വെളിവായിരിക്കുന്നത് PK ശശി അങ്ങനെ ചെയ്തിട്ടില്ല, അത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായി പുറത്തു വന്ന ആരോപണം എന്ന നിലയ്ക്കാണ്. അത് അത്യന്തം നിരാശപ്പെടുത്തുന്നതാണെന്ന് പറയട്ടെ. രാവിലെ വരാം.